എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിരവധി വിദ്യാർത്ഥികൾ നമ്മോട് പലപ്പോഴും കമൻ്റ് അയച്ച് തന്നെ ചോദിക്കുന്നതിന് പറ്റിയൊരു സംശയമാണ്. സെമസ്റ്റർ പരീക്ഷകൾ ജയിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുമോ? നമ്മൾ പലപ്പോഴും ഇപ്പോൾ റിസൾട്ടുമായി ബന്ധപ്പെട്ടും വാല്യുവേഷനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്നാലും പറയാം, കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചത് കൊണ്ട് തന്നെ അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യാം. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനമറിയുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിവിധ സെമസ്റ്റർ പരീക്ഷകൾ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഒരുപാട് തരത്തിൽപ്പെട്ട സംശയങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ അതിൽ ഞാൻ കണ്ട കുറച്ചധികം സംശയങ്ങളിലൊന്നാണ് സെമസ്റ്റർ പരീക്ഷകൾ ജയിക്കാനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞിരുന്നു. ശരിക്കും നമ്മൾ ഈ വാല്യുവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും അതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, 3 വർഷ ഡിഗ്രി വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യേണ്ടത് ഒരു 5 വർഷത്തെ, ഒരു 5 വർഷം. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ 2023 വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു 2019 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ എടുത്തു വെക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ സ്ഥിരമായി ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ റെഫർ ചെയ്യുക എന്നിങ്ങനെയുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഒരു ഉത്തരം എഴുതുമ്പോൾ, പ്രത്യേകിച്ച് എസ് എ ക്വസ്റ്റ്യനൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ശേഷം അതിൻ്റെ കണ്ടന്റ് എന്താണ് വേണം, ഒരു കൺക്ലൂഷൻ നിർബന്ധമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായും ശ്രദ്ധിക്കുക. നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ മെയിൻ കാര്യങ്ങൾ എന്ത് ചെയ്യണം? എഴുതിയ ശേഷം അടിയിലൊന്ന് അണ്ടർലൈൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പം നിങ്ങൾ 1 പേജ് 2 പേജ് പാരഗ്രാഫ് എഴുതി വെച്ച് കഴിയുമ്പോൾ ആ പാരഗ്രാഫ് മുഴുവൻ ചിലപ്പോൾ അധ്യാപകർ വായിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ എന്ത് ചെയ്യും? അവരുടെ ആ ടൈമിലുള്ള മൂഡ് അനുസരിച്ചുള്ള മാർക്ക് മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ 6 മാർക്കിൻ്റെ എസ് എക്ക് നിങ്ങൾ 6 മാർക്കിൻ്റെ കണ്ടൻറ്റ് എഴുതിയിട്ടുണ്ടെങ്കിലും നിങ്ങളൊരു 1 പേജ് 2 പേജ് പാരഗ്രാഫായിട്ടാണ് എഴുതിയെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെന്നില്ല. കാരണം അത് മുഴുവൻ വായിച്ച് നോക്കാനുള്ള ബുദ്ധിമുട്ട് കാരണവും അല്ലെങ്കിൽ ആ പാരഗ്രാഫ് ബേസുള്ള കാരണം കണ്ടു കഴിയുമ്പോൾ അവർക്ക് മടിയുണ്ടാവും. പരമാവധി പോയിൻറ്റ്സ് ആയിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. എഴുതിയ പോയിൻറ്റ്സിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന പോയിൻറ്റ്സ്, നിങ്ങൾ എഴുതിയ പോയിൻറ്റ്സുകളിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന പോയിൻറ്റ്സുകൾ ജസ്റ്റ് ഒന്ന് അടിവര ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ വരുമ്പോൾ അധ്യാപകർക്ക് ഉത്തരം മുഴുവൻ വായിച്ചു നോക്കേണ്ട ആവശ്യം വരില്ല. നിങ്ങളുടെ ആ അടിവര വരുമ്പോൾ ആ അടിവര വന്ന ഭാഗങ്ങൾ വായിച്ചു നോക്കുകയും ആ ഭാഗം മാർക്കിട്ട് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് അടിവര ഇട്ട ഭാഗം മാത്രം ശ്രദ്ധിക്കുകയും ആ പോയിന്റിൽ നിങ്ങൾ അടിവര ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ സാധ്യത കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു മെയിൻ പോയിന്റ് എഴുതി കഴിഞ്ഞു, മെയിൻ പോയിന്റ് അതിൽ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ മെയിൻ പോയിന്റ്സ് മാത്രം വായിച്ച് അപ്പോൾ അവർക്ക് മനസ്സിലാവും ഈ കുട്ടിക്ക് നല്ല രീതിയിൽ അറിയാം, ഈ വിദ്യാർത്ഥിക്ക് നല്ല രീതിയിൽ അറിയാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക്, ഹൈ സ്കോർ തന്നെ നേടാൻ സാധ്യത കാണുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കുക. പിന്നെ FIUGP വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2024 അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് PYQ ക്വസ്റ്റ്യൻസ് ഇല്ല. പക്ഷേ 2025 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക്, ഈ വർഷം അഡ്മിഷൻ എടുത്തവർക്ക് പിന്നെയും കുറച്ചും കൂടെ കുഴപ്പമൊന്നുമില്ല. കാരണം അവർക്ക് എന്താണ്, നിങ്ങളുടെ ജൂനിയേഴ്സായ കഴിഞ്ഞ വർഷം മുതലാണ് FIUGP, ഈ വർഷം അഡ്മിഷൻ എടുത്തവർക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും റെഫർ ചെയ്യാം. എന്നാൽ 2024 അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എന്താണ്, PYQ ക്വസ്റ്റ്യൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വരും? സിലബസ് വെച്ച് തന്നെ പഠിക്കുക. പ്രധാനമായിട്ടും അത് പറയാനുള്ളത്, നിങ്ങൾക്ക് PYQ ഇല്ല, അതുകൊണ്ട് തന്നെ സിലബസ് തന്നെ വെച്ച് പഠിക്കുക. എവിടുന്ന് ചോദ്യം വരും, എങ്ങനെ ചോദ്യം വരും, ഏത് ഭാഗം ഒഴിവാക്കാം അല്ലെങ്കിൽ ഏത് ഭാഗം പഠിക്കണം എന്നുള്ളതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. കാരണം FIUGP 2024 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് PYQ ക്വസ്റ്റ്യൻസ് ഇല്ല. സപ്ലി എഴുതാൻ നേരത്ത്, ഇപ്പോൾ സപ്ലി എഴുതുന്ന സമയത്താണെങ്കിൽ നമ്മൾ നേരത്തെ മെയിൻ എക്സാമിന് എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് റെഫർ ചെയ്യാം. എന്നാൽ മെയിൻ എക്സാം റെഗുലർ എഴുതുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, 2024 അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് PYQ ക്വസ്റ്റ്യൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ സിലബസിൽ ഇവിടെ പ്രധാനമായും നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾക്ക് സിലബസിൽ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം പഠിക്കുക. നിങ്ങൾക്ക് ഒരു സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ആ സബ്ജക്റ്റിൻ്റെ സിലബസ് ഉണ്ടെങ്കിൽ ആ സിലബസിൽ നിങ്ങൾക്ക് ഒരു മിനിമം 4 മൊഡ്യൂളാണുള്ളത്. അതുപോലെ തന്നെ ആ 4 മൊഡ്യൂൾസിൽ എന്താണ്, എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമോ അത്രത്തോളം കാര്യങ്ങൾ പഠിക്കുക. അത് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. കാരണം
ഒരു PYQ ക്വസ്റ്റ്യൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എവിടുന്ന് ചോദ്യം വരും, എങ്ങനെ ചോദ്യം വരും, ഏതൊക്കെ രീതിയിലാണ് ചോദ്യം ചോദിക്കുക എന്നുള്ള കാര്യങ്ങൾ പോലും കൃത്യമായി പറയാൻ ഒരു വാസ്തവമില്ല. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അത് 2024 അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അതൊരു പണിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ പണി എന്ന് പറഞ്ഞാൽ 8ൻ്റെ പണി തന്നെയാണ്. 8ൻ്റെ പണി എന്ന് പറയാൻ പറ്റില്ല, 16ൻ്റെ പണി തന്നെയാണ്. 8 8 16ൻ്റെ പണിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷേ ഭാഗ്യക്കേട് കൊണ്ട് നമ്മൾ വന്ന് പെട്ടുപോയി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ജയിക്കാതെ വേറെ മാർഗമില്ല. അപ്പോൾ പ്രധാനമായും ചെയ്യാനുള്ളത് സിലബസിൽ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോവുക. എന്തൊഴിവാക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ 2024 അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ചോദ്യം എങ്ങനെ വരും എന്നുള്ളത് റെഫർ ചെയ്യാൻ അവർക്ക് പറ്റില്ല. ഇപ്പോൾ ഈ വർഷം അഡ്മിഷൻ എടുത്തവർക്ക് കുഴപ്പമില്ല, കാരണം കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ചോദ്യം എങ്ങനെ വരും എന്നുള്ളത്, ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അധികം ഇല്ലെങ്കിലും എങ്ങനെയൊക്കെ ചോദ്യം വരാമെന്നുള്ള ഏകദേശം ഒരു ധാരണ കുട്ടികൾക്ക് കിട്ടും. എന്നാൽ റെഗുലർ 2024 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഈ വരും സെമസ്റ്ററുകളിലും കഴിഞ്ഞ സെമസ്റ്ററുകളിലൊന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് പോലും അറിയില്ല. പറ്റാവുന്ന പഠിക്കും, പരീക്ഷയ്ക്ക് ഉത്തരം വന്നു കഴിയുമ്പോൾ എഴുതും, അതാണ് ചെയ്യുക. തൽക്കാലം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.